സിജു, ഇന്നിപ്പോൾ രക്ഷാപ്രവർത്തനം അവിടെ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് സിജുവിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ഇന്നലെ നേരിട്ടൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് വലിയ തോതിൽ കനത്തിൽ ചെളി അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. നമ്മൾ കാല് പതിച്ചാൽ അത് താഴ്ന്നു പോകുന്ന സാഹചര്യം, അത് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. ഈ ഹിറ്റാച്ചിയുടെ അടക്കം വരവിൽ അത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത്തരത്തിലൊരു സാഹചര്യമുണ്ടോ? ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഈ പറയുന്ന കാര്യങ്ങളുടെ ഒരു സാഹചര്യം? കാലാവസ്ഥ അനുകൂലമാണ്. ചെറിയ വെയിൽ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പ്രദേശത്തെ കാലാവസ്ഥ അനുകൂലമാണ്. ചെറിയ വെയിൽ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുള്ളതുപോലെ ശക്തമായ മഴ തടസ്സമാകുന്നില്ല. രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഇന്നത്തെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. 7ാം ദിവസം പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായുള്ള ആളുകൾ ഇവിടെ എത്തി പരിശോധന നടത്തുകയാണ്. പ്രധാനമായും ഇന്ന് നടക്കാൻ പോകുന്ന ഒരു പരിശോധന ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ്. നമുക്ക് രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട ആളുകൾ പോകുന്നത് നോക്കാം. ഈ പ്രദേശത്ത് ഈ കാണുന്ന ഭാഗത്ത് രക്ഷാദൗത്യത്തിലെ സംഘാംഗങ്ങൾ പോകുന്ന ഈ പ്രദേശത്ത് നിരവധി വീടുകളുണ്ടായിരുന്നു. പ്രദേശവാസിയുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ചെറിയ റോഡായിരുന്നു, പുഞ്ചിരിമട്ടത്തെ ഭാഗത്തേക്ക് പോകുന്ന ഒരു ചെറിയ റോഡായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇരുവശത്തുമായി നിരവധി വീടുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ഈ മണ്ണ് കൂടി നിൽക്കുന്ന ഈ ഭാഗത്തൊക്കെ നിരവധി വീടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പുഴ എന്ന് പറയുന്നത് വളരെ അകലെ ചെറിയൊരു പുഴയായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് ഇത്രത്തോളം കരയിലേക്ക് കയറുകയും ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി മണ്ണിടിച്ചിലിൻ്റെ ഭാഗമായി മരങ്ങളുമെല്ലാം തന്നെ ഒഴുകി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഭാഗത്തുള്ള വീടുകളെല്ലാം തന്നെ പൂർണ്ണമായും തകർന്നു എന്നാണ് ഒരു പ്രദേശവാസിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ വ്യാപാര സ്ഥാപനത്തിൻ്റെ പിന്നിൽ കൂടി വെള്ളം ഇരച്ചെത്തിക്കൊണ്ട് അത് തകർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ റോഡിന് മുകൾ ഭാഗത്തും നിരവധി വീടുകളുണ്ടായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വീടിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് വരെ ചെളി അടിച്ച് കയറി എത്തിയിരിക്കുന്നത് കാണാം. ഈ പുഴയൊഴുകിയിരുന്ന പ്രദേശത്ത് നിന്ന് 500 മീറ്ററിലധികം ദൂരത്തേക്കാണ്, 500 മീറ്ററിലധികം മാത്രമേ വരൂ. അത്രയും ദൂരത്തിലാണ് ഈ വീടുകളെല്ലാം തകർത്തുകൊണ്ട് ഈ മലവെള്ളപ്പാച്ചിൽ ഉരുൾപൊട്ടൽ കടന്നുപോയത്. ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരിശോധന ഡ്രോൺ പരിശോധനയാണ്. ഡ്രോൺ പരിശോധന നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് ഇവിടെ ഈ മുകൾ ഭാഗത്തായി, ഈ വ്യാപാര സ്ഥാപനത്തിൻ്റെ മുകൾ ഭാഗത്തായി ഒരു വീടുണ്ടായിരുന്നു. ആ വീട് തകർന്നതിന് ശേഷം അവിടെയുള്ള 4 പേരിൽ ഒരാളെ മാത്രമാണ്, ഒരു ചെറിയ പെൺകുട്ടിയെ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത് എന്നുള്ളതാണ്. അവിടെ പരിശോധനയിൽ ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ സിഗ്നൽ കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു. അതുകൊണ്ട് ഈ ഭാഗത്ത് ഐബോർഡ് ഡ്രോൺ എത്തിച്ചുകൊണ്ട് കൂടുതൽ വിശദമായ ഒരു പരിശോധന ഇന്ന് നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വീട് തകർന്ന് കിടക്കുന്ന ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ രക്ഷാദൗത്യ സംഘത്തിലെ ആളുകൾ പരിശോധനയുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. പ്രധാനമായും ഈ വീടുണ്ടായിരുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും പരിശോധന നടത്തുന്നത്. ഈ റോഡിൻ്റെ മുകൾ ഭാഗത്തും റോഡിൻ്റെ താഴെ ഭാഗത്ത് പുഴയുടെ വശത്തുമായി വീടുണ്ടായിരുന്ന പ്രദേശങ്ങളിലാണ് പരിശോധന നടത്താൻ പോകുന്നത്. അതോടൊപ്പം അത്യാധുനിക യന്ത്രോപകരണങ്ങളും സംവിധാനങ്ങളും റഡാർ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയായിരിക്കും. നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ചെളി വ്യാപകമായി അടിഞ്ഞുകൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വീടിരുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ചെറിയ പാറക്കല്ലുകളും ചെളിയും അടിഞ്ഞുകൂടി നിൽക്കുന്നത് കാണാം. അത് പരിശോധന നടത്തുക എന്നത് വളരെ ശ്രമകരമാണ്. കഴിഞ്ഞ ദിവസം മണ്ണുമാന്തി യന്ത്രങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാഗത്ത് വീടുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ കെട്ടിടം തകർന്നു എന്ന് കരുതുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ അത്യാധുനിക സംവിധാനങ്ങൾ, റഡാർ സംവിധാനം ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് ആണ് പരിശോധന നടത്തുന്നത്. കാരണം ഈ ചെളി അടിഞ്ഞുകൂടി നിൽക്കുന്ന പ്രദേശത്ത് എത്രത്തോളം ആഴത്തിൽ ചെളിയുണ്ടെന്ന് മനസ്സിലാക്കണം. അത് നീക്കം ചെയ്യുന്നതിനുള്ള വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. അത് കൃത്യമായും അതിൻ്റെ ആഴവും വ്യാപ്തിയും എല്ലാം തന്നെ മനസ്സിലാക്കിയാൽ മാത്രമേ ആ ഭാഗത്ത് അത്തരത്തിൽ മണ്ണ് നീക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ. അതോടൊപ്പം തന്നെ പരിശോധന നടത്താൻ കഴിയൂ. വലിയൊരു പ്രദേശമായതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും മണ്ണ് നീക്കി അത്തരത്തിലുള്ളൊരു പരിശോധന ഇപ്പോൾ നടക്കില്ല. വീടുള്ള പ്രദേശങ്ങൾ അതോടൊപ്പം തന്നെ ഈ പരിശോധനയിൽ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഉൾപ്പെടെ കൃത്യമായും സിഗ്നൽ ലഭിക്കുന്ന ഭാഗത്ത് പരിശോധന നടത്തുക എന്നുള്ളതാണ്. അത് മനുഷ്യ സാന്നിധ്യത്തിൻ്റെ സിഗ്നൽ എന്ന് പൂർണ്ണമായും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അത് ഏതെങ്കിലും ജീവികൾ, ഒരുപക്ഷെ തവള അല്ലെങ്കിൽ പാമ്പ്, അത്തരം ജീവജാലങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു സിഗ്നൽ കൂടി ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സൈനികരുള്ള ആ ഭാഗത്ത്
സിഗ്നൽ ലഭിച്ചു. ആ ഭാഗത്ത് ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനു, ശരി, പരിശോധനകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ച് അല്പസമയത്തിനകം പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ സിജു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.